മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അവരുടെ പാർട്ടി അവരിൽ നിന്ന് കൈവിട്ടുപോയി, അവരുടെ MLA മാർ കൈവിട്ടുപോയി, അവരുടെ MP മാരൊക്കെ കൈവിട്ടുപോയി. ആ മമതാ ബാനർജി കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു കാര്യം. അല്ലെങ്കിൽ തെരുവിലായിപ്പോയ മമതാ ബാനർജി എവിടെ അഭയം പ്രാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോൺഗ്രസ് അവരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പ്രസിഡന്റ് സ്ഥാനമാണ്, ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനമാണ്, അഖിലേന്ത്യാ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റായിരിക്കും മമതാ ബാനർജിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് മമതാ ബാനർജി ഏറ്റെടുക്കുമോ അതോ മമതാ ബാനർജി പുതിയൊരു സ്വന്തം പാർട്ടിയുമായിട്ട് വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവരുടെ ഒപ്പം തന്നെ നിന്നിരുന്ന MP ആയിട്ടുള്ള കല്യാൺ ബാനർജി, അദ്ദേഹം ഒരു പ്രമുഖരായിട്ടുള്ള ലോയർ കൂടിയാണ്. അദ്ദേഹവും അഭിഷേക് ബാനർജിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. കാരണം അഭിഷേക് ബാനർജി വളരെ അരഗൻ്റാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഈ പാർട്ടി ആകെ തകർന്നു പോയത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. തകർന്നു പോയതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. മമതാ ബാനർജി അധികാരത്തിലിരുന്നുവെങ്കിൽ ഇപ്പോഴും തകരില്ലായിരുന്നു. പക്ഷേ അധികാരം നഷ്ടപ്പെടുമ്പോഴേക്കും ഏത് പാർട്ടിയിലും ഉണ്ടാകുന്ന തിരിച്ചടികളും അതുപോലെ തന്നെ തോൽവികളുമാണ് ഏതൊരു പാർട്ടിയിലെയും യഥാർത്ഥ സ്വഭാവം ആളുകളുടെ പുറത്തു കൊണ്ടുവരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് തന്നെയാണല്ലോ. നമുക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആരൊക്കെ നമ്മുടെ കൈത്താങ്ങായിട്ടുണ്ടാവും, ആരൊക്കെ നമ്മളെ സ്നേഹിക്കാനുണ്ടാവും എന്നൊക്കെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അതിനു മുമ്പ് നമ്മുടെയൊക്കെ ഒപ്പം ആളും ആരവവും ഒക്കെ ഉണ്ടാവും. അതിലൊന്നും വലിയ കഥയില്ല. കാരണം ഇത് എപ്പോഴാണ് നമ്മൾ താഴേക്ക് വീഴുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ആരെ കൂടെ നിൽക്കുക. ഇപ്പോൾ മമതാ ബാനർജിയുടെ കേസിലും അതുതന്നെയാണ്. ഈ ലോകത്തുള്ള തത്വം അനുസരിച്ച് തന്നെ മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായി. ആ വലിയ തോൽവി ഉണ്ടായപ്പോൾ നിങ്ങൾ അറിയണം, 40.8% വോട്ടുകൾ മമതാ ബാനർജിക്കാണ്. എന്ന് പറഞ്ഞാൽ 2,60,00,000 വോട്ടുകൾ മമതാ ബാനർജിക്കുണ്ട്. അതേസമയം BJPക്ക് 2,90,00,000 വോട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ 30 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോഴും വലിയ നമ്പർ ഓഫ് ആളുകൾ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും വോട്ട് ചെയ്തതാണ്. പക്ഷെ അതൊന്നും കൊണ്ട് മമതാ ബാനർജിക്ക് പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല. കാരണം നേരത്തെ തന്നെ BJPയും അതുപോലെ തന്നെ സുവേന്ദു അധികാരിയുമൊക്കെ ഈ പാർട്ടി തകർക്കാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സുവേന്ദു പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ TMC തകരുമെന്നാണ്. അതുപോലെ തന്നെ 58ഓളം വരുന്ന MLA മാർ അവരുടെ നേതാവായിട്ട് ഋതപ്രതാപ് ബാനർജിയെ തീരുമാനിക്കുകയും മമത സജസ്റ്റ് ചെയ്ത ആളെ പറ്റില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഏതാണ്ട് ഇപ്പോൾ അവരുടെ ഒപ്പം 58-60 MLA മാരുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിയുടെ ഒപ്പം ഇപ്പോൾ 20 MLA മാർ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ പലരും വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് മമതാ ബാനർജിക്ക് അടുത്ത തിരിച്ചടി കൂടി ഉണ്ടാകുന്നത്. ആ തിരിച്ചടി എന്ന് പറയുന്നത് അവർക്ക് അവിടെ പാർലമെൻറ്റിലേക്ക് 29 MP മാരുണ്ടായിരുന്നു. അതിലൊരാൾ മരണപ്പെട്ടതിന് ശേഷം 28 പേരാണ് ഉണ്ടായിരുന്നത്. ആ 28 പേരിൽ ഏതാണ്ട് 20 പേരും മമതാ ബാനർജിയെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മഹുവ മൊയ്ത്ര ദ വയറിന് കൊടുത്തിട്ടുള്ള, കരൺ താപ്പർ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ മഹുവ മൊയ്ത്ര പോലും സമ്മതിക്കുന്ന ഒരു കാര്യം 16 പേർ ഓൾറെഡി പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ 16 ആണോ 20 ആണോ എന്നുള്ളതിൽ മാത്രമേ ഒരു തർക്കമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിയ ഭൂരിപക്ഷം അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും മമതാ ബാനർജിയുടെ നിന്ന് പുല്ലും പൂവും എന്ന് പറയുന്ന ചിഹ്നം പോവും. അതൊക്കെ പോട്ടെ പുല്ലെന്ന് വിചാരിക്കാൻ കുഴപ്പമില്ല. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടിയും അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിലാണ് പണ്ട് കോൺഗ്രസ്സുകാരിയായിരുന്ന 1996-98 കാലത്ത് കോൺഗ്രസിനെ വിട്ടുപോയിട്ടുള്ള മമതാ ബാനർജിയെ, രമേശ് ചെന്നിത്തലയുടെയൊക്കെ ജൂനിയറായിട്ട് സെക്രട്ടറി ആയിരുന്ന മമതാ ബാനർജിയെ വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ്സിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ, ആരെങ്കിലും മൈൻഡ് ചെയ്യുകയോ ഇല്ല എന്നൊക്കെ ഉള്ളതും, കോൺഗ്രസ്സിൽ എത്ര കാലം മമതാ ബാനർജിയെ പോലെയുള്ള ഒരു ഫൈറ്റർക്ക് നിൽക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതും വളരെ ചോദ്യചിഹ്നമാണ്. കാരണം കോൺഗ്രസ് വളരെ തളർന്ന് സ്ലോ മോഷനിൽ പോകുന്നൊരു പാർട്ടിയാണ്. മമതാ ബാനർജി അങ്ങനെയല്ല, വളരെ വൈബ്രൻ്റായി അഗ്രസീവായി പോകുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ മമതാ ബാനർജി ഓരോരുത്തരായിട്ട് കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കല്യാൺ ബാനർജി കൂടി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഒക്കെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും കൂടി കൈവിട്ട് പോകുമെന്നുള്ളതാണ്. കൂടാതെ ഇനി ബാക്കിയുള്ള 20 MLA മാരെയും അതുപോലെ കയ്യിലുള്ള ഒരു 8-10 വരുന്ന MP മാരെയും ഒക്കെ തന്നെ എത്ര കാലം പിടിച്ചു നിർത്താൻ കഴിയും മമതാ ബാനർജിക്ക് എന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് BJP ആണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. അവർ പലപ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും അതുപോലെ തന്നെ CBIയെയും മറ്റു പല അന്വേഷണ ഏജൻസികളും അവരുടെ കയ്യിലാണ്. കൂടാതെ അവരുടെ കയ്യിൽ വലിയ പണവുമുണ്ട്. ആ പണം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് മഞ്ഞളിക്കാത്ത എത്ര MLA മാർ എത്ര MP മാർ കൂട്ടത്തിലുണ്ടാകും എന്നുള്ള ഒരു ടെസ്റ്റ് ഡോസ് കൃത്യമായിട്ട് അവിടെ അരങ്ങേറും എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ബംഗാളിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും പാർട്ടി തോറ്റാൽ ആ പാർട്ടിയുടെ ഓഫീസുകളെല്ലാം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടിയുടെ കീഴിലുണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ തന്നെ
മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയും വളരെ സേഫായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളൊക്കെ തന്നെ അവിടെ ഉയരുകയും ചെയ്യും. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഓഫീസുകൾ മാറുകയും കൂടാതെ പഴയ നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ റോട്ടിലിട്ട് തല്ലാനും അവർ മടിക്കില്ല എന്നുള്ളത് കൂടിയാണ് വാസ്തവം. അപ്പോൾ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറഞ്ഞാൽ ആ പരാജയത്തിലൂടെ ഒരു പാർട്ടിയെ മുഴുവനായും തന്നെ നിഷ്കാസിതരാക്കുക എന്ന് പറയുന്ന പദ്ധതിയിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് മമതാ ബാനർജി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ഇനി മമതാ ബാനർജി കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തൽക്കാലത്തേക്കൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് എന്നുള്ളതൊക്കെ തീരുമാനിച്ചാൽ പോലും കോൺഗ്രസുമായി അധികകാലം മമതാ ബാനർജിക്ക് ഒത്തുപോകാൻ കഴിയും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മമതാ ബാനർജി കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായി വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയേക്കാൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃത്വത്തിൽ ഉയർത്തിക്കാട്ടണമെന്നും അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുമൊക്കെയുള്ള ഒരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് മമതാ ബാനർജി ആയതുകൊണ്ട് മാത്രം സാധാരണ കോൺഗ്രസിൻ്റെ പശ്ചിമ ബംഗാളിൽ ഏത് പാർട്ടി തോറ്റാലും അത് അതോടുകൂടി ഇല്ലാതാവും. പക്ഷെ മമതാ ബാനർജി ആയതുകൊണ്ട് അവർക്ക് എത്രത്തോളം ഇനി സമയം ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും, അധ്വാനിക്കാൻ കഴിയും, പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു 20-25% ജനങ്ങൾക്കും ഇപ്പോഴും മമതാ ബാനർജിയിൽ വലിയ വിശ്വാസമുണ്ട് പശ്ചിമ ബംഗാളിൽ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിനെ ഒരു സ്ട്രക്ചറൽ സംഘടനയുടെ ഭാഗമാക്കി മാറ്റുകയും വോട്ടാക്കി മാറ്റുകയും ചെയ്യാനായിട്ട് എത്രത്തോളം കഴിയുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോ ഇനി കോൺഗ്രസിൻ്റെ സംഘടനാ ബലത്തിലേക്ക് അവരെല്ലാം കൊണ്ടുവന്നുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് ബംഗാളിൽ തുടരുമോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മമതാ ബാനർജി കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ അന്വേഷണ ഏജൻസികളുടെയും നിരവധി സമ്മർദ്ദങ്ങളുടെയും ഒക്കെ ഇടയിൽ ഇനി അങ്ങനെ ചേർന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ചേരാനുള്ള സാധ്യത ഇപ്പോഴും വളരെ കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തത്, മമതാ ബാനർജി അങ്ങനെ ചേർന്നാൽ മഹുവ മൊയ്ത്ര അടക്കമുള്ള നിരവധി ആളുകൾ കൂടി കോൺഗ്രസിലേക്ക് ചേരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇവരെല്ലാം ഗംഭീരമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ, അങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം കോൺഗ്രസ് അങ്ങനെയൊന്നും ശ്രമിക്കാറില്ല, ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് ഗംഭീരമായിട്ടുള്ള ഒരു അസറ്റായി കോൺഗ്രസ്സിന് മാറാം. ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രത്തോളം ഗംഭീരമായി പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി ഒരു വലിയ ചോദ്യമാണ്. സോ ബംഗാളിൽ ആകെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും പക്ഷേ മമതയെ തള്ളിപ്പറയാൻ ഭൂരിപക്ഷം നേതാക്കളും തയ്യാറാകാത്തതിൻ്റെ കാര്യം മമതയുടെ കീഴിൽ മമതയെ വിശ്വസിക്കുന്ന ഒരു വോട്ട് ബേസ് ഇപ്പോഴും മമതയ്ക്ക് വെസ്റ്റ് ബംഗാളിലുണ്ട് എന്നുള്ളതാണ്. അടുത്ത 5 കൊല്ലം കൊണ്ട് അതിനെങ്ങനെയാണ് ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുക, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വോട്ട് ബേസിനെ BJP തങ്ങളിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് മമതയിൽ നിന്ന് അകറ്റിക്കൊണ്ട് അവരിലേക്ക് ഈ വോട്ട് ബേസിനെ അടുപ്പിക്കുക എന്നുള്ള ഒരു വലിയ തന്ത്രം BJPയോടെ പയറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്താകും എന്ന് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഒരു ഡെമ്മി ആയിട്ടുള്ള പ്രതിപക്ഷവും ഒരു BJP അധികാരത്തിൽ വരികയും, പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു യഥാർത്ഥ പ്രതിപക്ഷം എപ്പോഴെങ്കിലും ഉയർന്നു വരാറുണ്ട്. അത് CPM ആകുമോ, അതോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മമതാ ബാനർജി ആകുമോ, അതോ മമതാ ബാനർജി രൂപീകരിക്കുന്ന പുതിയ പാർട്ടി ആകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടതും അറിയേണ്ടതും.